ഓം നമോ നാരായണായ. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മോനെ, അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് കയ്യിലുള്ള പൂക്കൾ ഇലയിലേക്ക് വെക്കുക. ഇല ഇരു കൈകളിലുമായി കൂട്ടിപ്പിടിച്ച് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് തലയിലേക്ക് വെച്ച് മുന്നോട്ട് നടക്കുക. മോനെ, തിരിഞ്ഞു നിന്ന് പുറകിലോട്ടങ്ങെറിഞ്ഞു. അമ്മേ അമ്മേ, ഞാൻ സ്കൂളിലും ട്യൂഷനും പോകുന്നില്ല. അതെന്താ നിനക്കിന്ന് പോയാല്? അമ്മ പറഞ്ഞില്ലയോ ഫീസ് കൊടുക്കാന്ന്. ഇനി ഞാൻ ടീച്ചറിനോട് എന്ത് കള്ളം പറയും? അമ്മ പറ, ഞാൻ പറയാം. മോൻ ഇന്നുകൂടെ പോകണ്ട, അമ്മ നാളെ ആരോടെങ്കിലും ഫീസ് വാങ്ങിച്ചു തരാം. നീ സ്കൂളിലോ പോകുന്നില്ല, പുസ്തകങ്ങൾ എടുത്ത് വെച്ച് വായിക്കപ്പോ. നാരായണ, ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊടുത്തില്ല. അതിനെന്താ, ഇങ്ങനെ തന്നാട്ടെ. ഹായ്. ഹലോ സത്താറേ, സ്ഥിരം ഇവിടെയൊക്കെ തന്നെ ആണല്ലോ. ഹായ് മോനെ, എന്തുണ്ട്? ജപ്തി നോട്ടീസാ. 14 ദിവസത്തിനകം ലോൺ അടയ്ക്കണം. വാ, നമുക്കെന്തെങ്കിലും വഴി നോക്കാം. ചേട്ടാ, എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഇടി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ? നമ്മുടെ കടമൊക്കെ വീട്ടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമ്മുടെ ജോമൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കിഡ്നി കൊടുത്താലോ? 10 ലക്ഷം രൂപ തരുമെന്ന് ഗോപാലൻ പറഞ്ഞു കേട്ടത്. ഏതായാലും ഒന്ന് ചോദിക്കാം. വേണ്ട ചേട്ടാ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നമ്മൾ വിചാരിച്ചാൽ എന്ത് വഴി നോക്കാനാ? കടം തീരും, ബാക്കി പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യാം. നീ സമാധാനമായി കിടന്നുറങ്ങും. നാളെ നമുക്ക് ആലോചിക്കാം. ശാന്തനുവേ, ഒന്ന് എണ്ണീറ്റേ, ആശുപത്രി പോവാം. പനി വെച്ചോണ്ടിരിക്കണ്ട, ഒന്ന് എണ്ണീറ്റ് റെഡി ആയിക്കേ. അങ്ങോട്ടിരിക്കുക, ഇരുന്നാട്ടെ. സാറേ, ഡോക്ടർ വിളിക്കുന്നു. വാ, ഇരിക്കേ. റാണിക്കിപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല, ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. ഡോക്ടറെ, രാവിലത്തെ നടപ്പ് തുടരാവോ? സാധാരണ നടത്തം മതി, ഓവർ സ്ട്രെയിൻ ഒന്നും വേണ്ട. ഇങ്ങോട്ടേക്ക് നീങ്ങിരി. തിരിഞ്ഞിരിക്കെ. ഗംഗാധര, റാണിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാനില്ല. വേറെ മരുന്നൊന്നും ആവശ്യമില്ല. ഓക്കെ, ശരി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ ആയിക്കോട്ടെ. മോളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞോ? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, എന്നാൽ
എന്നാലും ആ നാരായണൻ്റെ പെണ്ണിനെ സമ്മതിക്കണം. ഒറ്റയ്ക്ക് പൊന്നു പോലെയല്ലേ അവൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ശരിയാ, ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടരാ ഗംഗാധരൻ കുടുംബം. ഇല്ലെങ്കിൽ ആ നാരായണന്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും അവരെന്തെങ്കിലും ചെയ്തു കൊടുത്തേനെ. അവൻ കിഡ്നി കൊടുക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ആ ഗംഗാധരന്റെ ഭാര്യ ഇന്ന് ജീവനോടെ കാണുമായിരുന്നു. പോലീസ്. വാ വാ ശന്തനു, എന്തു പറ്റി? ഇരിക്കേ. രാത്രി മോന് നന്നായി ചൂട് കൂടി. 2-3 വട്ടം ഞാൻ തുണി മുക്കിയിട്ടു, എന്നിട്ടും ചൂട് അങ്ങോട്ട് കുറയുന്നില്ല. ഇങ്ങോട്ടിരുന്നേ. ഇവന് തണുത്തത് വല്ലതും കൊടുത്തോ? ഇല്ല ഡോക്ടറെ, ഇന്നലെ കടപ്പുറത്ത് വെച്ച് നന്നായി തണുത്ത കാറ്റടിച്ചിരുന്നു. ബലിയിടാൻ പോയിരുന്നു. ഓഹോ, 1 വർഷം പോയത് അറിഞ്ഞില്ല. കൊല്ലം 1 കഴിഞ്ഞു അല്ലേ? അല്ല, ഇപ്പഴാ നമ്മുടെ ഗംഗാധരനും ഭാര്യയും വന്നു പോയത്. നമ്മുടെ ഗംഗാധരനും ഭാര്യയെ ഒന്ന് പോയോ നോക്കി? അയ്യോ വേണ്ട ഡോക്ടറെ, ഞങ്ങൾക്ക് കാണണ്ട. ചത്തിട്ട് കൊല്ലം 1 കഴിഞ്ഞു. ഒരു ക്ഷേമം അന്വേഷിക്കാൻ പോലും ഇവറ്റകൾ വന്നിട്ടില്ല. 10 ലക്ഷം രൂപ തന്നത് ശരിയാ, പക്ഷെ എൻ്റെ കുടുംബമല്ല അനാഥമായി പോയത്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ബന്ധുക്കളും എല്ലാം സുഖമായി കഴിയുന്നില്ലേ? 10 ലക്ഷം തന്നത് പോലും ആളുകൾ പിരിച്ചില്ലേ? രാധ പറഞ്ഞതെല്ലാം ശരിയാ. ഈ സമൂഹത്തിന്റെ മനുഷ്യത്വം മരവിക്കുന്ന ചില മനുഷ്യരോട് സഹതപിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ രോഗം കണ്ടപ്പോൾ തന്നെ ഭർത്താവിന്റെയോ മക്കളുടെയോ ബന്ധുക്കളുടെയോ കിഡ്നി സ്വീകരിക്കാൻ ഞാനും പറഞ്ഞതാ. പക്ഷെ സ്വീകരിക്കാൻ റാണിയും കൊടുക്കാൻ ഗംഗാധരനോ മറ്റുള്ളവരോ തയ്യാറായില്ല. കുറഞ്ഞ പക്ഷം ആപത്തിൽ സഹായിച്ചവന്റെ അനാഥ കുടുംബത്തെ തിരിഞ്ഞു നോക്കാനുള്ള മനുഷ്യത്വമെങ്കിലും ഗംഗാധരനും കുടുംബവും കാണിക്കേണ്ടതായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട ഡോക്ടർ, ഇവറ്റകളോട് ഇനി ഒന്നും പറയണ്ട. വേലയെടുത്തായാലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പോറ്റും. ശന്തനു, നിനക്ക് ഇഞ്ചക്ഷൻ വേണോ മരുന്ന് വേണോ? മരുന്ന് മതി. തൽക്കാലം ഞാൻ മരുന്ന് എഴുതാം. മരുന്ന് മുടക്കാതെ കഴിക്കണം. മിടുക്കനായി പഠിച്ച് വലിയ ആളാവണം. രാധേ, 2 ദിവസം കഴിഞ്ഞ് ഇവനെ കൊണ്ട് വരണം കേട്ടോ. ശന്തനു, ഇത് ആഹാരത്തിന് ശേഷം രാവിലെ 1 നേരം, ആഹാരത്തിന് ശേഷം രാവിലെ വൈകിട്ട്. എടാ, നമ്മുടെ നാരായണൻ എന്ത് പറ്റടാ? ഒന്നും പറയണ്ട. അവൻ കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആകെപ്പാട് ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജോമോന്റെ അമ്മയുണ്ടല്ലോ. ഏത് ജോമോൻ? നമ്മുടെ ഗംഗാധര മുതലാളുടെ. ഓഹോ, റാണി. റാണി അവർക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങൾ വഷളായിരിക്കുന്ന സമയത്ത് അവർ കിഡ്നി തിരക്കി പലരെയും സമീപിച്ച് അവസാനം ഇവൻ കിഡ്നി കൊടുക്കാവുന്ന ഏൽക്കുകയും ചെയ്തു. അത് കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് ഈ കിഡ്നി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള റെസ്റ്റ് സമയത്ത് ഇവന് ചെറിയ പനി ഇവിടെ വിട്ടു. ആ പനി ഇവനെയും കൊണ്ടാ പോയത്. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന വേണം. ഈ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യന്മാരെ കാണാൻ തന്നെ പാടാം. ഭർത്താവിന്റെ ബന്ധുക്കളുടെയും മക്കളുടെയും കിഡ്നി ഒന്നും ചിലർക്ക് വേണ്ട. അതെടുത്താലേ അവർക്ക് വല്ലതും സംഭവിച്ചു പോയെങ്കിലും മാത്രമല്ല ചോദിച്ചാലിട്ട് കൊടുക്കണ്ടേ. ആസ്തി ഉണ്ടാലും ചിലരതൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. പൊതുജനത്തിന്റെ ദൗർബല്യം മുതലെടുക്കുകയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഗതികെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പാവത്തിന് ജീവൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിന്റെ ഗതി അധോഗതിയാണ്. പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. കഷ്ടം.